കൊല്ലം തേവര സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ വീഴ്ച സമ്മതിച്ചിട്ടും നടപടിക്ക് ശുപാർശ ചെയ്യാതെ വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ട്. വൈദ്യുതി ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും KSEB ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല എന്ന് ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തിയതെന്ന വിശദാംശങ്ങൾ ഇല്ലാതെ നൽകിയ റിപ്പോർട്ടിനെ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മന്ത്രി KSEB ചെയർമാന് കർശന നിർദ്ദേശം നൽകി. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ നിന്ന് ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച് 10 ദിവസം പിന്നിടുമ്പോഴാണ് വീഴ്ച അംഗീകരിച്ചുള്ള KSEBയുടെ റിപ്പോർട്ട്. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി. നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നില്ലെങ്കിലും വൈദ്യുതി ലൈനിന് തൊട്ടുതാഴെ ഷെഡ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും KSEB ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല. KSEB ലൈൻ സ്കൂൾ കോമ്പൗണ്ടിലൂടെ വർഷങ്ങളായി കടന്നുപോയിട്ടും പരിഹാരം കണ്ടില്ല. ഇതെല്ലാം ഗുരുതര വീഴ്ചയാണെന്ന് വൈദ്യുതി വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിൽ ചീഫ് സുരക്ഷാ കമ്മീഷണർ വ്യക്തമാക്കുന്നു. എന്നാൽ ആരാണ് വീഴ്ച വരുത്തിയത്, അതിൽ എന്ത് നടപടിയെടുക്കണമെന്ന് പരാമർശിക്കാതെയാണ് റിപ്പോർട്ട്. ഇന്നലെ വൈദ്യുതി വകുപ്പ് വിളിച്ച ഉന്നതതല യോഗത്തിൽ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി കുറ്റം ചെയ്തെന്ന് സമ്മതിക്കുകയും എന്നാൽ നടപടിക്ക് ശുപാർശ ചെയ്യാത്തതുമായ റിപ്പോർട്ടിനെ നിശിതമായി വിമർശിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ചെയർമാനോട് നിർദ്ദേശിച്ചതായും മന്ത്രി. കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടിലുണ്ട്. പക്ഷെ ആരാണെന്ന് പറയണ്ടേ? ആരാണെന്ന് പേര് പറയണ്ടേ? പേരില്ല. അപ്പൊ ആ പേര് അന്വേഷിച്ചിട്ട് ചെയർമാനെ കൊണ്ട് ചുമതലപ്പെടുത്തിയിട്ട് അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾക്കായി റിപ്പോർട്ട് KSEB ചെയർമാന് കൈമാറി. മിഥുന്റെ മരണത്തിൽ വീഴ്ച അംഗീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും പ്രധാന അധ്യാപികയ്ക്കെതിരെയും കർശന നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനിടെയാണ് വീഴ്ച അംഗീകരിച്ചിട്ടും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ നിലപാട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.